എന്താ വെച്ചാല് ഉപചോദ്യങ്ങൾ ഇല്ലാണ്ടാവുക, ചോദ്യങ്ങൾ ഇങ്ങനെ മാറി മാറി പോവുക. അപ്പൊ ഞാനും അൽഹംദുലില്ലാ ഞാനത് എഴുതി വെച്ചു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അഭിപ്രായങ്ങൾ ഉണ്ടായാൽ ആദ്യം നിങ്ങൾ ഖുർആനിലേക്ക് മടങ്ങുക, പിന്നെ സുന്നത്തിലേക്ക് മടങ്ങുക. ഈ സുന്നത്തിലുള്ളപ്പോൾ നമ്മൾ പിന്നെ വേറെ വല്ല അഭിപ്രായങ്ങൾ പോകേണ്ട ആവശ്യമുണ്ടോ ഉസ്താദെ? പരിശുദ്ധ ഖുർആനിൽ തന്നെ പടച്ചോൻ പറഞ്ഞതാണ്. എന്ത്? ഞാൻ പറയാം, അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല വ ഉലിൽ അംരി മിൻകും. ഖുർആൻ അങ്ങനെ പറഞ്ഞത്. അത്തിയുല്ലാഹ, അല്ലാഹുവിന് നിങ്ങൾ വഴിപ്പെടണം. വ അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല, റസൂലിന് നിങ്ങൾ വഴിപ്പെടണം. വ ഉലിൽ അംരി മിൻകും, ഖുർആനാണിത് പച്ചയായി പറയുന്നത്. വ ഉലിൽ അംരി മിൻകും, ഉലുൽ അംരി മിൻകും, നിങ്ങളിൽ നിന്നുള്ള ഉലുൽ അംറിനും നിങ്ങൾ വഴിപ്പെടണം. എന്താ ഈ ഉലുൽ അംർ എന്ന് പറഞ്ഞാൽ? ഇമാമുകളൊക്കെ തഫ്സീറുകളിൽ ഇമാമുകളൊക്കെ തഫ്സീറുകളിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാ, അത് മുജ്തഹിദുകളായ പണ്ഡിതന്മാരാണ്. ഇമാം റാസിയുടെ തഫ്സീറുൽ കബീർ നോക്കിയാ കാണാ, ഇബ്നു ജരീർ ത്വബരി നോക്കിയാ കാണാ, വേണ്ട ഇമാം ഖുർത്തുബിയുടെ അൽ ജാമിഉൽ അഹ്കാമിൽ ഖുർആൻ നോക്കിയാൽ കാണാം. അപ്പൊ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണിത്, അല്ലാതെ ഞങ്ങൾ പോക്കറ്റിൽ നിന്ന് എടുത്തതൊന്നുമല്ല. ചില ആളുകൾ ചോദിക്കും, നിങ്ങളെ പോലെ തന്നെ, റസൂൽ പറഞ്ഞ എന്താ? തറക്തു ഫീക്കും അംറൈനി ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. രണ്ട് കാര്യം ഞാൻ നിങ്ങളിൽ ഇട്ടേച്ചു പോകുന്നു. ഒന്ന് അള്ളാഹിന്റെ ഖുർആനും മറ്റൊന്ന് ഹദീസുമാണ്. ഇത് നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മദ്ഹബുകളും ഇമാമുകളെയും മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഈ ചോദ്യം കേട്ടാ തോന്നുക ഖുർആനും സുന്നത്തൊക്കെ അള്ളാഹു റസൂൽ ഇറക്കിയത്, മദ്ഹബ് പറഞ്ഞ കുഞ്ഞൻ നമ്പ്യാർ കൊടുന്നതാണെന്ന് തോന്നിപ്പോകും. അത് ശരിയല്ല. ഈ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ശരിയായ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളുമാണ് മദ്ഹബുകൾ. അതാ ഞങ്ങൾ പറഞ്ഞതല്ല, ഇമാമികളും പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ, അപ്പൊ ഖുർആൻ തന്നെ പറയുന്നത് എന്താ? അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല വ ഉലിൽ അംരി മിൻകും. തഫ്സീറിൽ കാണാം. വേണ്ട, ഇനി വേറെ ആയത്ത് കാണാം. ഫസ്അലൂ അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. ഖുർആൻ പറയും, നിങ്ങൾക്ക് വിവരമില്ലേ, നിങ്ങൾ ചോദിക്കണം, അഹ്ലു ദിക്റിനോട് ചോദിക്കണം. ആരാണ് ഈ അഹ്ലു ദിക്ർ? ഇമാമുകളൊക്കെ തഫ്സീറുകളിൽ ഇതിന്റെ വ്യാഖ്യാനത്തിൽ എഴുതി വെച്ചു. ഇമാം ഗസാലി എഴുതി വെച്ചു, ഇമാം ആമിദി എഴുതി വെച്ചു, ഇമാം സുബ്കി എഴുതി വെച്ചു. എത്ര ഇമാമുകൾ, അവരൊക്കെ എഴുതി വെച്ചു. അതുകൊണ്ട് വിവക്ഷിക്കുന്നത് ആരാണ്? മുജ്തഹിദുകളായ ആളുകളാണ്. അതായത് മദ്ഹബിന്റെ ആളുകൾ, ഇജ്തിഹാദ് ചെയ്യാൻ കഴിവുള്ള ഇമാമുകളാണ് ആ ആയത്തിൽ അല്ലാഹു ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് ഞങ്ങൾ പോക്കറ്റിൽ നിന്ന് എടുത്തോന്നല്ല. നിങ്ങൾ കരുതി ഇതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. അല്ല, ഖുർആനും സുന്നത്തും നമ്മൾ ഇങ്ങനെ മുറുകെ പിടിച്ചാൽ പോരാ, അത് മറിച്ചു നോക്കണം. അപ്പൊ അതിൽ ഇതൊക്കെ ഇങ്ങനെ കാണും. നമ്മൾ ആവശ്യമുള്ള 1-2 ആയത്തുകളുള്ള കോട്ടിങ് മാത്രമേ മുജാഹിദുകളെ കയ്യിലുള്ളൂ. ഖുർആൻ മുഴുവൻ ഇങ്ങനെ പഠിച്ചാൽ ഇതൊക്കെ റെഡിയായി നമുക്ക് കാണാൻ കഴിയും. ഖുർആനിൽ വേറെ ഒരുപാട് ആയത്തുകൾ ഇതിന്. അത് മാത്രമല്ലല്ലോ ചോദ്യം, നിങ്ങൾക്ക് വേറെയും സംശയം ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ ഈ നിന്നിടത്ത് നിന്ന് 10 ആയത്ത് ഓതും. ഞാൻ മദ്ഹബുകളെ സ്വീകരിക്കണം എന്നതിന് അള്ളാഹു പഠിപ്പിക്കുന്ന 10 ആയത്ത് തന്നെ ഞാൻ ഇവിടെ നിന്ന് മാത്രം ഓതും. സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് എന്താ? അതിന്റെ ഒരു പവർ ആയതുകൊണ്ട് പറയല്ല. ഖുർആനിൽ ഖുർആൻ പറഞ്ഞ ആയത്ത് ഇമാമുകൾ കിതാബിൽ എഴുതി വെച്ചിട്ടുള്ളതാണ് ഇതൊക്കെ. അല്ലാതെ ഞങ്ങൾ ഒന്നും കാണാതെ മുജാഹിദ് പറഞ്ഞതിന് എതിരുണ്ട് അതുകൊണ്ട് ഇമാമികളൊപ്പം കൂടെ എന്നല്ല. അള്ളാഹുവിന്റെ ഖുർആനും തിരു ഹദീസുകളിലൊക്കെ പഠിപ്പിച്ചതാണ് ഈ കാര്യങ്ങൾ. നിങ്ങൾ ഇമാമുകളെ സ്വീകരിക്കണം, കാരണം അവരാണ് വിവരമുള്ളവർ. എന്താ ഇത്? ബുദ്ധിയുള്ള ആരോടും പറയേണ്ടതില്ലല്ലോ. നമ്മളെ നാട്ടിലെ മുജാഹിദിന് 5 ഹദീസ് പോലും കിട്ടൂല, അല്ലെങ്കിൽ 5000 ഹദീസ് കിട്ടൂല. ഇമാമുകൾ 10 ലക്ഷം ഹദീസ് മനപ്പാടുള്ളതാ. പിന്നെ 10 ലക്ഷം ഹദീസ് മനപ്പാടുള്ളവനോടാ ചോദിക്കേണ്ടത്, അതോ 10 ഹദീസ് മനപ്പാടുള്ളവനോടാ? ആർക്കത് അറിയേണ്ടത്? ആരോടത് പറയേണ്ടത്? ഇതിപ്പോ ചോദിക്കാൻ ശാസ്ത്രജ്ഞനോട് ചോദിക്കണോ? 10 ലക്ഷം ഹദീസ് മനപ്പാടുള്ള ഒരാളുണ്ട് നമ്മളെ നാട്ടിൽ, അയാളോടാ ചോദിക്കേണ്ടത്. അതല്ല, 10 ഹദീസ് വിവരമുള്ള ഒരാളുണ്ട്, അയാളോടാ ചോദിക്കേണ്ടത്. ആരോടാ ചോദിക്കേണ്ടത്? നമ്മൾ ഇനി മറുപടി പറയേണ്ടതുണ്ടോ? അതാണ് സുന്നി മുജാഹിദും തമ്മിലുള്ള പ്രശ്നം. ഇമാമുകൾ പറഞ്ഞ ലക്ഷക്കണക്കിന് ഹദീസ് പാണ്ഡിത്യമുള്ള ഇമാമുകൾ പറഞ്ഞതിന്റെ കൂടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. മുജാഹിദ് നിൽക്കുന്നതോ ഒരു വിവരവുമില്ലാത്ത ജാഹിലുകൾ എന്നാ ഞാൻ പറയേണ്ടത്. നിങ്ങളെ മാനിച്ചുകൊണ്ട് നിങ്ങൾ പരിഹസിച്ചു എന്ന് പറയണ്ട. അതുകൊണ്ട് ഞാൻ പറയുന്നു, വിവരമില്ലാത്തവർ, ആ വിവരമില്ലാത്ത മൗലവിമാര് പറഞ്ഞ നോക്ക്. നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം ആദ്യം പറഞ്ഞിരുന്നത് എന്തായിരുന്നു? ഞങ്ങൾ ജനിച്ചു പിറന്നു വീണ കുട്ടിയുടെ വലത്തെ കാതിൽ ബാങ്ക് കൊടുക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അന്ന് അതിന് തെളിവുണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ഒന്നുകൂടി ആധുനിക പണ്ഡിതന്മാർ തന്നാരാ, സക്കരിയ സലായി, അനീഫ കായക്കോടി, നമ്മളെ മറ്റേ ചങ്ങായിട്ടല്ല ബാലുശ്ശേരി, ഈ ജാതി ആൾക്കാരൊക്കെ ഈ ആധുനിക പണ്ഡിതം ഇവരൊക്കെ ഗവേഷണം ചെയ്ത് നോക്കിയപ്പോ പണ്ടു അതും കൂടി സുന്നത്തില്ല എന്ന് പറഞ്ഞാൽ അത് അനാചാരമാകുന്നു.
അനാചാരം എന്ന് പറഞ്ഞ എന്താ? നരകത്തേക്ക് പോണ പരിപാടിയാണ്. അപ്പൊ വലത്തെ കാതിൽ ബാങ്കും ഇടത്തെ കാതിൽ ഇഖാമത്തും കൊടുക്കുമ്പോ ഒരു കുഞ്ഞ് ജനിച്ചാൽ മുസ്ലിം കുടുംബത്തിൽ പിറന്നവർ അങ്ങനെ ചെയ്യണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താ? ആരംഭ റസൂലുള്ള പറഞ്ഞു, ലം തദുറഹു ഉമ്മുസ്സുബിയാൻ ഖാല റസൂലുള്ളാഹി. ആ കുഞ്ഞിന് പിന്നെ ഉമ്മുസുബിയാൻ എന്ന മാരക രോഗം അല്ലെങ്കിൽ ഉമ്മുസുബിയാൻ എന്ന പിശാച് ബാധ ആ കുട്ടിക്ക് ഏൽക്കൂല. വലത്തെ കാതിൽ ബാങ്കും ഇടത്തെ കാതിൽ ഇഖാമത്തും കൊടുത്താൽ എന്ന് റസൂല് പഠിപ്പിക്കുന്നു. അപ്പൊ പിന്നെ മുജാഹിദ് പറഞ്ഞതോ അത് രണ്ടും ചെയ്യരുത്. കാരണം അത് രണ്ടും ചെയ്തില്ലെങ്കിലേ പിശാച് ബാധിക്കുള്ളൂ. അപ്പൊ അത് ചെയ്യരുത്, ഇതല്ലേ ഇപ്പൊ അതിന്റെ അർത്ഥം. പഴയ 1400 കൊല്ലക്കാലം ഇത് ചെയ്യാം. ഇപ്പൊ വെച്ച് കുറച്ച് ആൾക്കാർ ഗവേഷണം കണ്ടുപിടിക്കുകയാണ് അത് സുന്നത്തില്ല. ഇത് മതമാണോ? നിങ്ങൾ ചിന്തിക്ക്. നമുക്കും അള്ളാഹു ചെറിയൊരു ബുദ്ധി നൽകിയിട്ടില്ലേ? 1400 കൊല്ലക്കാലം മുസ്ലിങ്ങൾ എല്ലാവരും അത് ചെയ്തു, സുന്നത്താണ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ കുറച്ച് ആൾക്കാർ അല്ലല്ല അത് സുന്നത്തില്ലാതെ അനാചാരാണ്, ചെയ്തു പോയാൽ നരകത്ത് പോകും. വകുല്ലു ബിദ്അത്തിൻ വലാല വകുല്ലു വലാലത്തിൻ ഫിന്നാർ. ഇതേതാ മതം? ഇതാ ഞങ്ങൾ ഈ ചോദിക്കുന്നത്. എന്താ നിങ്ങൾക്കൊന്നും ഇത് തലമ കയറാത്തത്? ഇതാ ഞങ്ങൾക്ക് അറിയേണ്ടത്. ഇതൊക്കെ ലളിതമായ കാര്യല്ലേ? ഇനി നിങ്ങൾ കേട്ടോളൂ. മുജാഹിദ് മൗലവി പറയുന്നു, ഞങ്ങൾ ഇതാണ് ഈ പറയുന്നത്, ഇവരുടെ ഗവേഷണം. നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി എന്ന് നിങ്ങളുടെ വലിയ പണ്ഡിതൻ പറയുന്നു, നമ്മുടെ നാട്ടിലെ ബാലേട്ടനും രാമേട്ടനും കാഫിർ അല്ല, അവർ മുസ്ലിം ആകുന്നു. ഏതാണ് മതം? ഞങ്ങൾക്ക് അറിയണില്ല. നിങ്ങൾ പറയും. ഇതൊക്കെ ഉൾക്കൊണ്ട് നിങ്ങൾ ഇതിൽ നിങ്ങളെ പോലത്തെ ഒരു സത്യാന്വേഷി ഇതിൽ അടിയുറച്ച് നിൽക്കുന്നുവല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഞങ്ങൾക്ക് സങ്കടം തോന്നുന്നത്. എന്താണ് ഈ പറയുന്നത്? നാട്ടിലുള്ള ബാലനും രാമനും നമുക്കറിയാം, ഓലൊക്കെ മുസ്ലിങ്ങളാണ്, നമ്മൾ മുസ്ലിങ്ങളാണ്. ഓല് മാപ്പിളല്ലാന്ന് ഓൽക്കും അറിയാം, നമ്മക്കും അറിയാം. ബാലുശ്ശേരി ഖുർആനിൽ ആയത്ത് ഓതിയിട്ട് ദുർവ്യാഖ്യാനിച്ചു പറയുന്നത് എന്താ? അയാൾ പറയുന്നു ബാലനും രാമനൊന്നും കാഫിറല്ല, അവർ യഥാർത്ഥ മുസ്ലിം ആകുന്നു എന്ന് പറഞ്ഞാല് ഭക്ഷണം കഴിക്കുന്ന ആളുകളോട് ഇത് പറയാൻ പറ്റും? നിങ്ങൾ ചിന്തിക്ക്. എന്ത് ഇസ്ലാമാണ്? എന്ത് മതാണിത്? ഇത് ഏത് ഖുർആനാണുള്ളത്? അറിയായിട്ട് ചോദിക്കാം. നിങ്ങൾ പറയും അത് ക്ലിപ്പ് തിരിമറി നടത്തിയതാണ്. ഒരു തിരിമയും പടച്ചോര തോഫിക്കൊണ്ട് ഞാനിത് പല വേദിയിലും പറഞ്ഞു. മുജാഹിദ് കൂട്ടം കൂടി ജാമിയ നദ്വിയിലെ മൗലവിമാർ കൂട്ടം കൂടി വന്നതാ. ഞാൻ പഴമള്ളൂരിൽ മുഖാമുഖം നടത്തുമ്പോ നിങ്ങൾ ആ ക്ലിപ്പ് ശരിയല്ല വെക്കുന്ന അതിനെതിരെ പറഞ്ഞു. ബക്കാരാണ് തുടങ്ങിയപ്പോ കണ്ട് പിന്നെ മയ്യത്തിന്റെ തലം വന്ന് പേൻ പോണ മാതിരിയാ പിന്നെ ഓരോരുത്തർ പോയത്. അപ്പൊ ആ പറഞ്ഞ വമ്പുണ്ടാവില്ല. ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് തിരിമറി നടത്തുന്ന കാര്യം എല്ലാം തന്നെ പറയാൻ നേരമില്ല. പിന്നല്ല തിരിമറി. ഇത് പച്ചയായി പറഞ്ഞ സീഡിയിലുള്ളതല്ലേ? എന്താണ് ഈ പറയുന്നത്? ഇതാ ഞാൻ എന്റെ വികാരം കൊണ്ട് പറഞ്ഞു പോവുകയാണ്. അതായത് ഇതൊക്കെ മതമായി അംഗീകരിക്കാനും സ്വീകരിക്കാനും നിങ്ങൾ അത്ര തരം താഴരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളൊക്കെ വിവേകമുള്ളവരായി മാറണം. ഖുർആനും സുന്നത്തും അനുസരിച്ച് പാണ്ഡിത്യമുള്ളവർ പറഞ്ഞത് അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തണം. ഇത്ര തരം താന്ന് പോയി ഈ വിവരമില്ലാത്ത മൗലവിമാരുടെ മുഖത്തിന് കീഴിൽ നിന്ന് നിങ്ങളൊക്കെ രക്ഷപ്പെടണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞത്, വിവരമുള്ള ഇമാമുകൾ പറഞ്ഞത് ഖുർആനും സുന്നത്തും അനുസരിച്ച് ഞങ്ങൾ അംഗീകരിക്കുന്നു. വിവരമില്ലാത്ത മൗലവിമാർ പറയുന്നത് മതമല്ല, അത് ഞങ്ങൾ തള്ളിക്കളയുന്നു എന്നാണ് പറഞ്ഞതിന്റെ ആകത്തുക. യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. അതാ പറഞ്ഞത്. അത് ഒന്ന് മാത്രമല്ല ഏത് അത് നിങ്ങൾ ഒക്കെ എനിക്കറിയാം. അങ്ങനെ കുറെ ആൾക്കാർ വന്നതാണ്. ഞാൻ പറയാ മുമ്പും പിമ്പും ഒക്കെ ഞങ്ങളിതാ 1000 കുതിരശക്തിയോടെ, ഒന്നല്ല 1000 കുതിരശക്തിയോടെ അലവി സക്കാഫി എന്ന ഞാൻ, അബ്ദുൾ റഷീദ് സക്കാഫി എന്ന ഈ ഇരിക്കുന്ന ആള്, സിക്കന്ദർ സക്കാഫി എന്ന ഇവര്, ഞങ്ങൾ നാളെ നിങ്ങളെ പ്രസ്ഥാനത്തിന്റെ പിന്നാലെ പാട്ടും പാടിയാണ് പോരാ. നിങ്ങൾ ഈ പറഞ്ഞ കേസിൽ ഇയാൾ ഈ പ്രസംഗിച്ച സിഡിയുടെ അപ്പുറവും ഇപ്പുറവും ഞങ്ങൾ ഈ പറഞ്ഞതിനെതിരിലുണ്ടെങ്കിൽ ഞങ്ങൾ നാളെ മുജാഹിദ് പ്രവർത്തകരാ, സുന്നികളല്ല. കഴിയും നിങ്ങൾക്ക് തെളിയിക്കാൻ? അതൊക്കെ വെച്ചളി. ഇതേ 10 സ്റ്റേജിൽ നിന്ന് ഞാൻ വെല്ലുവിളിച്ചതാണ്. മുജാഹിദ് മൗലവിമാർ ഇതുപോലെ വന്നതാണ്, CD വെച്ചതാണ്. ആ CD വെച്ചിട്ട് അവര് ഇളിഭ്യരായി പോയതാ. ആ അനുഭവം ശക്തിയിലാ ഞാൻ ഈ പറയുന്നത്, വെറുതെ എന്തെങ്കിലും പറയല്ല. അതൊക്കെ അനുയായികളെ പിടിച്ചു നിർത്താൻ പറ്റും. അതിന്റെ അപ്പുറപ്പം കട്ടതാണ്. ഞങ്ങളെ മുമ്പിൽ അത് വേണ്ട. അതുകൊണ്ട് ആ ജാതി പടുവിഡിത്തം പറഞ്ഞിട്ട് കുടുങ്ങാൻ നിൽക്കണ്ട. നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ അപ്പുറപ്പുറം പഠിച്ചോളി. ഞങ്ങളത് കേട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഈ ക്ലിപ്പ് വെക്കുന്നത് എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ അടുത്തത് പറയും. അടുത്ത ചോദ്യം ചോദിക്കും. CD ഉണ്ടെങ്കിലല്ലേ? ഉണ്ടാവൂല. അതിന്റെ CD അതിന്റെ CD ഉണ്ടെങ്കിൽ കൊടുത്തോളി. വായിക്കാം. അടുത്ത ചോദ്യം വിഷയമാണ്. അതെ, ഇവിടെ
10 ലക്ഷം ഹദീസ് പണ്ഡിതൻ ഷാഫി ഇമാമ് ഞാൻ പറയുന്ന വിഷയത്തെ കുറിച്ച് എന്തു പറഞ്ഞു? ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്താൽ അവൻ കാഫിറായി. അത് നിങ്ങൾ എങ്ങനെ അറബിയിൽ പറഞ്ഞാലും ഞാൻ മലയാളത്തിൽ വായിക്കണം. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. തുർമുദിയിലുള്ള ഹദീസാണ്. ഈ ഹദീസിനെ കുറിച്ച് 10 ലക്ഷം ഹദീസിൽ ഉണ്ടോ? ഷാഫി ഇമാം പറഞ്ഞ എന്താണ് ഷാഫി ഇമാം പറഞ്ഞിട്ടുള്ളത്? 10 ലക്ഷം ഹദീസ് പഠിച്ച ഇമാം ഷാഫിയുടെ ഹദീസൊക്കെ എനിക്ക് വിവരം ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു ഷാഫി ഇമാം ആവൂലേ? ഞാൻ പറയണത് തന്നെ നമുക്ക് ആ ഹദീസ് വിവരം ഇല്ലാന്നാണ്. ഉണ്ട് എന്നല്ലേ? ഇല്ലാന്നാ ഞാൻ പറയണത്. അത് പഠിച്ചവർ ഇമാമുകളാണ്. അവര് പറയുന്ന വ്യാഖ്യാനം വിശദീകരണവുമാണ് ഞാൻ പറയുന്നത്. അതാ ഞാൻ നേരത്തെ വായിച്ചത്. ബഹുമാനപ്പെട്ട ഇമാം നവവി, അതുപോലെ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തുഹ്ഫത്തുൽ മുഹ്താജിൽ പറഞ്ഞ അതുകൊണ്ടാ. 10 ലക്ഷം ഹദീസ് എനിക്കറിയെങ്കിൽ പിന്നെ ഞാൻ ഭൂമി കൂടെ നടക്കും, ഞാൻ ആകാശത്തു കൂടെ എന്റെ നടത്തണ്ടാകുക. അപ്പൊ അത് നിങ്ങൾ ആ ചോദ്യം അപ്രസക്താണ്. നിങ്ങൾ ചിന്തിക്കാത്തതുകൊണ്ട് ചോദിച്ചതാണ്. അത് ശരിയല്ല. ആ ചോദ്യം അതായത് മുജാഹിദുകൾ ഞാൻ പറഞ്ഞുതരാം. സിക്കന്ദർ സഖാഫി ഇതിന്റെ സംഗതി എനിക്കറിയാം. എന്താണെന്നറിയോ? ഈ ക്ലിപ്പ് ഇടുമ്പോ മുജാഹിദ് ഞങ്ങളുടെ ക്ലിപ്പുകളെ കുറിച്ചൊക്കെ ക്ലിപ്പുകൾക്ക് മറുപടി ആയിട്ട് അവരൊരു CD ഇറക്കിയിട്ടുണ്ട്. ആ CD കൊണ്ട് ഇങ്ങനെ വരും. നമുക്ക് ആ CD അല്ലല്ലോ വേണ്ടത്. അതാണ് എനിക്കറിയാം. നമുക്ക് വേണ്ടത് എന്താ? മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിച്ച ആ CD മുഴുവൻ കൊണ്ടുവരൂ. എന്നിട്ട് അതിന്റെ അപ്പുറം പറയും. ഇല്ല, അതിലില്ല. ഇതിന് 2 കോപ്പി ഉണ്ടാക്കണ്ട്. നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. ഉണ്ടെങ്കിൽ ആ ഭാഗം കാണിച്ചോളി. ഞങ്ങൾ ചോദ്യോത്തരം നടത്തട്ടെ. അതിന്റെ അപ്പുറത്തെ കാണട്ടെ. ഞാൻ ഈ CD 4 വട്ടം വെച്ചുകൊണ്ട് മുജാഹിദിനെ വെല്ലുവിളിച്ചതാണ്. കഴിയില്ല. അടുത്ത ചോദ്യം ചോദിച്ചോളി. ഹലോ, അതെ. ഇവിടെ ക്ലിപ്പിൽ കാണിച്ചൊരു തട്ടിപ്പ് ഞാൻ കാണിച്ചു തരട്ടെ. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞ് അല്ലാഹു മുകളിൽ. അത് നമുക്ക് രണ്ടാമത് ഞാൻ മറുപടിയാ പറയുന്നത്. നിങ്ങളെ അതൊക്കെ ആ ചീർട്ടും മാർക്കൊക്കെ എനിക്കറിയാം. നമ്മളിവിടെ സുഖകരമായി ഇങ്ങനെ പോവാണ്. വെറുതെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞു ഞങ്ങൾ വെച്ച ക്ലിപ്പുള്ള ബാലുശ്ശേരിയുടെ CD കൊണ്ടുവരുമോ? മുഴുവൻ ഞാൻ തരാം. അതേ അവസരത്തിൽ അതിനെതിരിൽ നിങ്ങളെ മൗലവിമാര് പ്രസംഗിച്ച CD ഉണ്ടല്ലോ, അത് പ്രദർശിപ്പിക്കുന്ന സ്ഥലത്തല്ല. അത് നിങ്ങൾ ആഫീസ് കൊണ്ടുപോയി പ്രദർശിപ്പിച്ചോളി. ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളിതൊക്കെ നല്ല 100% ബുദ്ധിയോടെ ഇവിടെ നിൽക്കുന്നത്. അതേ അവസരത്തില് ബാലുശ്ശേരി പ്രസംഗിച്ച CD ആണ് ഞാൻ ക്ലിപ്പാടിട്ടത്. ഇതാ മുസ്ലിയാരെ, ആ ബാലുശ്ശേരി പ്രസംഗിച്ച CD ഉള്ള ആ പ്രസംഗമുള്ള CD ആണിത്. നിങ്ങൾ വെച്ചതിന്റെ അപ്പുറം കട്ടിട്ടുണ്ട് എന്ന് പറയാൻ ആൺകുട്ടികളുണ്ടോ? ഉമ്മ പെറ്റ മുജാഹിദുകളുണ്ടോ? വെല്ലുവിളിക്കുന്നു ഞാൻ. കഴിയില്ല. എന്റെ കയ്യിൽ ആ പ്രസംഗ CD ഉണ്ട്. കഴിയില്ലത്. പിന്നെന്താ? ആ ഫൈസൽ ഒരു മൗലവി ഉണ്ട്. അയാൾ പ്രസംഗിച്ച ഒരു CD ഉണ്ട്. അയാളെ പ്രസംഗമല്ലല്ലോ ഞങ്ങൾക്ക് വേണ്ടത്. ബാലുശ്ശേരി പ്രസംഗിച്ച CD, ഞങ്ങൾ പ്രദർശിപ്പിച്ച CD-യുടെ ഇപ്പുറം ഉള്ള CD കൊണ്ടുവരൂ. ഞങ്ങളത് വെക്കാൻ റെഡിയാണ്. ഇന്ന് കഴിയില്ലെങ്കിൽ നാളെ ഞങ്ങൾ റെഡി. നിങ്ങൾ ഒരു പ്രശ്നം വരുന്നില്ല. ഞങ്ങൾക്കത് പ്രശ്നമല്ല. ഞങ്ങളത് മുഴുവൻ കേൾപ്പിച്ചതാണ്, കേട്ടതാണ്. അടുത്ത ചോദ്യം നിങ്ങൾ ചോദിക്കും. നിങ്ങൾ ഇയാൾക്ക് മൈക്ക് കൊടുക്കുക, ഇയാൾ ചോദിക്കട്ടെ. എനിക്ക് എല്ലാവരും ഒന്നുമില്ല. അതൊക്കെ അവസാനത്തോടെ ഓരോ മാർക്കാണ്. അതിലൊന്നും നമ്മൾ ചോദ്യങ്ങൾ തുടരുന്നു. നിങ്ങൾ ചോദിക്കും. നമ്മളെ തമ്മിൽ ആ ചോദ്യോത്തരം നടക്കുന്നു. എല്ലാവരും ഇരിക്കും. അതെ, നമ്മളെ ചോദ്യോത്തരം നടക്കുന്നു. ഇരിക്കും. അതെന്താ അറിയോ? ചിലപ്പോൾ അത് അങ്ങനൊക്കെ ഉണ്ടാവും. അത് എല്ലാവർക്കും അങ്ങനെ ഒരു വികാരം വരും. അപ്പോൾ കുറച്ച് ശബ്ദം ഒക്കെ ഉയരുന്നതാണ്. അത് കാര്യമാക്കണ്ട. ഇരുന്നോളൂ. വിഷയം മുന്നോട്ട് പോകുന്നു. നിങ്ങൾ ചോദിക്കും. ഞാൻ പറഞ്ഞു ഓലിരുന്നോട്ടെ. അത് സാറില്ല. ഓലായി കുറച്ച് ഞാൻ മാറിക്കോളും. നിങ്ങൾ ചോദിക്കും. കുറച്ചാൽ മാറി. ഈ തുർമുദിയിൽ ഞാൻ വായിച്ച ഹദീസ് ഷാഫി ഇമാമിന്റെ കയ്യിലില്ല. നമ്മൾക്ക് കാണിച്ചു തന്നിട്ടില്ല. തുർമുദിയുടെ ഹദീസ് നമ്മളുണ്ടല്ലോ. അതൊന്നും നമ്മളെ കയ്യിലുള്ളതല്ലേ? കണ്ടിട്ടില്ല. നമ്മളും കണ്ടിട്ട് തുർമുദിയിലുള്ള ഹദീസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്? നമ്മള് കണ്ട്, ഇമാം നവവി കണ്ട്, ഇബ്നു ഹജർ കണ്ടു. അതിന്റെ മറുപടിയാ നേരത്തെ ഞാൻ പറഞ്ഞത്. ഷാഫി ഇമാമിന്റെ ഗ്രന്ഥങ്ങളിലുണ്ടോ? ഏതായാലും ഉണ്ട്. ഇമാം മുസാഫിന്റെ മുസ്നദിലുണ്ട്. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കുന്നില്ല? ഞങ്ങളല്ല, ഇമാമികൾ ആ ഹദീസും കണ്ട് അപ്പുറത്തുള്ള ഹദീസ് ഓല് കണ്ടിട്ടുണ്ട്. അത് നമ്മൾ കണ്ടിട്ടില്ല. അതാ പ്രശ്നം. അതാ ഞാൻ പറഞ്ഞത്. അതെ, ബുദ്ധിയുള്ളവർ ചിന്തിക്ക്. ഇതാ ഈ തുർമുദിയിലുള്ള ഹദീസ് എന്ന് പറഞ്ഞാൽ 4000 ജില്ല ഹദീസ്. 10 ലക്ഷം. ബുദ്ധിയുള്ളവർ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്. 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള ഇമാമുകൾ ഒരു കാര്യം പറയുന്നു. അതിനെതിരിൽ 5000 ഹദീസുള്ള കിതാബിൽ നമ്മൾ അതിനെതിരിൽ ഒരു ഹദീസ് കാണുന്നു.
അപ്പൊ ബുദ്ധിയുള്ളവർ ചിന്തിക്കേണ്ടത് എന്താ? ഈ 10 ലക്ഷം ഹദീസ് മനപ്പാടുള്ള ആളുകളെ തള്ളുക, എന്നിട്ട് ഈ 5000 ഹദീസുള്ളത് പറഞ്ഞത് സ്വീകരിക്കും ചെയ്യാം. ഈ ഹദീസ് കണ്ടവരാണ് ഇമാമുന ശാഫിഈ, അല്ല ഇമാം നവവി, ഇമാം ഇബ്നു ഹജർ. ഇതൊക്കെ കണ്ടുകൊണ്ട് ഇത് വിശദീകരിച്ചുകൊണ്ടാ ഓന് പറയുന്നത്. അപ്പൊ തുർമുദിയുടെ ഹദീസ് ഉണ്ട്, മുസ്ലിമിന്റെ ഹദീസ് ഉണ്ട്, എന്തുണ്ട്? ഇങ്ങനെയുണ്ടല്ലോ. അവൻ അള്ളാഹുവിന്റെ റസൂല് അല്ല, അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്താൽ അവൻ കാഫിറാകും എന്നുണ്ടല്ലോ. അവർ പറയാണ്, ഇമാമികൾ വിശദീകരിക്കുകയാണ് അതിന്റെ ഉദ്ദേശം എന്താ. അപ്പൊ അവർ തന്നെ പറഞ്ഞു അതിന്റെ ഉദ്ദേശം നമ്മൾ ഈ പറഞ്ഞതിന് എതിരാകൂല. എന്താണ് അത്? നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിനോട് നൽകുന്ന ആ ബഹുമാനം, ആ തഅ്ലീം, ആ ആദരവ് അത് നൽകിക്കൊണ്ടാണോ എന്ന ആള് കാഫിറാകും. പക്ഷെ മുസ്ലിമീങ്ങളായ ആളുകൾ മമ്പർത്ത തങ്ങളെ പറയുമ്പോ, അല്ലെങ്കിൽ മുഹ്യിദ്ദീൻ ശൈഖിനെ പറയുമ്പോ, അല്ലെങ്കിൽ പുത്തമ്പള്ളി ശൈഖിനെ പറയുമ്പോ ഈ തഅ്ലീമും ഈ ആദരവും നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ കാഫിറാവില്ല. ഈ ഹദീസ് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ ഇമാമികൾ ചർച്ച ചെയ്യണത്, അല്ലാതെ അവർ ഈ ഹദീസ് കാണാത്തത് കൊണ്ടല്ല. തുർമുദിക്ക് വ്യാഖ്യാനം എഴുതിയ ഇമാമുകളല്ലേ പൂർവികര്. അതാ ഞാൻ പറയും, നിങ്ങൾ അത്ര കഥയില്ലാതാവരുത്. നിങ്ങൾ വളരെ താഴ്ന്നാണ് ചിന്തിക്കുന്നത്. ഈ 5000 ഹദീസിൽ ഉള്ള കിതാബിൽ പറഞ്ഞത് ആ ഹദീസാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. പിന്നെയോ 10 ലക്ഷം ഹദീസോളം മനപ്പാടമുള്ള, അല്ലെങ്കിൽ ലക്ഷക്കണക്കായ ഹദീസ് മനപ്പാടമുള്ള ഇമാമുകൾ പറഞ്ഞത് അത് എന്തായാലും വേണ്ടില്ല, നമ്മൾ ഈ ഹദീസാ സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിയോട് യോജിക്കുമോ? നിങ്ങൾ പറയും. ഒന്ന് കൊടുക്കും മൈക്ക്. നിങ്ങളെ ബുദ്ധി എന്താ പറയുന്നത്? എന്നോട് ചോദ്യം ചോദിച്ചാൽ മറുപടി പറയാനല്ല ഞാൻ ഇവിടെ വന്ന്. അല്ല അത് ചിലപ്പോ അങ്ങനല്ല, അത് ചോദ്യമല്ല. ഞാൻ ഖുർആനും സുന്നത്തും ചോദിച്ചില്ല. നമ്മളൊരു വിഷയങ്ങൾ സഹീഹായ ഹദീസിന്റെ അടിസ്ഥാനത്തില് ഞാൻ മനസ്സിലാക്കിയ, മുജാഹിദ് പ്രസ്ഥാനത്തിൽ മനസ്സിലാക്കിയ ഏതെങ്കിലും ഒരു കാര്യം സഹീഹായ ഹദീസിന്റെ അടിസ്ഥാനത്തില് ഷാഫി ഇമാമിനോട് യോജിച്ചു വന്നതായിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. സഹീഹായ ഹദീസിൽ വന്നത്, ഖുർആനിനും സുന്നത്തിനും വന്നത് എന്തെങ്കിലും ഒന്ന് കാണിച്ചു തന്നാല് ഞാൻ ഇവിടെ നിന്നാണ് സ്വീകരിക്കും. പടച്ചോൻ, എന്നാ ഞാൻ ഒന്ന് പറയട്ടെ, ഒറ്റ കാര്യം പറയട്ടെ. നിങ്ങൾ പറഞ്ഞല്ലോ മമ്പുറത്തെ തങ്ങളെ വിളിക്കാൻ പാടില്ല, അല്ലെങ്കിൽ റസൂലുള്ളാഹിനെ വിളിക്കാൻ പാടില്ല. റസൂലുള്ളാഹി, നമ്മളെല്ലാരും കൂടി പറയല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് ശഫാഅത്ത് തേടല്, അല്ലെങ്കിൽ ഇസ്തിഗാസ ചെയ്യല്. ഞാൻ ചോദിക്കട്ടെ, റസൂലുള്ളാഹിനെ വിളിച്ച് തവസ്സുൽ ചെയ്യല്, ഇത് മൂന്നും ശിർക്കാണ് എന്നല്ലേ നിങ്ങളെ പോലത്തെ മുജാഹിദ് വിശ്വസിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ ഇതിലെ ഇപ്പൊ ഈ പറഞ്ഞല്ലോ, അതെന്താ ഈ പറഞ്ഞില്ലെന്താ? സൂറത്ത് ഫാത്തിറിലെ അല്ല, അപ്പൊ നിങ്ങൾ തെളിവ് പറയല്ലേ? അല്ലെ, 18 മുതൽ 22 വരെ ഉള്ള ആയത്തുകൾക്ക് ഒന്ന് അർത്ഥം അല്ല, അതൊക്കെ വിശദീകരിച്ച ഒരു പ്രശ്നമല്ലേ. നിന്റെ കയ്യിലുണ്ട് പടച്ചോ. നമ്മളൊരു കാര്യം പറയട്ടെ, പറഞ്ഞ് ഞാൻ തീരട്ടെ. അതൊക്കെ അവിടെ ഞാൻ മറുപടിയുടെ മാലപ്പടക്കത്തിന് തിരി കൊളുത്താൻ പോവാണ് പറയാൻ. നിങ്ങൾ ബേജാറാകല്ലേ? ഒക്കെ എന്റെ കയ്യിലുണ്ട്, റെഡിയല്ലേ? നിങ്ങൾ ബേജാറാകല്ലേ? ഞാൻ പറയുന്നതൊന്ന് കേൾക്കിങ്ങള്. എന്താ നമ്മുടെ വാദം? ഒറ്റ കാര്യം, അത് നിങ്ങൾ ശ്രദ്ധിക്കും. നമ്മൾ ചോദ്യത്തിന് ഇപ്പൊ എന്താ നിങ്ങൾ പറഞ്ഞത്? ഞങ്ങൾ ചെയ്യണത്, നല്ല ശ്രദ്ധിക്കണേ, ഞങ്ങൾ ചെയ്യണത് ഏതെങ്കിലും ഒന്ന് തെളിവുകൾക്ക് എതിരാണ് എന്ന് നിങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതെവിടെ കൊണ്ട് വെച്ച് മാറും ഞങ്ങൾ പറയുന്നത്. ഞാൻ നിങ്ങളെ മാറ്റാൻ പോവാണ് ഇപ്പോ. ഇൻഷാ അല്ലാഹ്, അല്ലാഹ് തൗഫീഖ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് ഉദ്ദേശിച്ചിട്ട് നിങ്ങൾ ഇത് മാറാൻ പോവാണ്, യാതൊരു സംശയമില്ല. എന്താ കാരണം? ഒന്നാമത്തെ കാര്യം, അള്ളാഹിന്റെ റസൂലിനെ വിളിച്ച് സഹായം ചോദിക്കൽ അത് ശിർക്കാണ് എന്ന് നിങ്ങൾ പറയുന്നു. റസൂലുള്ളാഹിനെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യൽ ശിർക്കാണ് എന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങൾ ചിന്തിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഓർക്കണം, റസൂലുള്ളാഹിനെ വിളിച്ച് ശഫാഅത്ത് തേടൽ ശിർക്കാണ് എന്ന് മുജാഹിദ് പറയുന്നു, നിങ്ങൾ പറയുന്നു. റസൂലുള്ളാഹിന്റെ വേണ്ട, നമ്മൾ എന്തെങ്കിലും ഒരു ഉദ്ദേശം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം, സഫലമാവാൻ വേണ്ടി റസൂലുള്ളാഹി തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാത്മാക്കളുടെ മഖ്ബറയിലേക്ക് പോയാൽ അത് ശിർക്കാണെന്ന് പറയുന്നു. അത് ജൂതന്മാരുടെ സ്വഭാവമാണ്, അത് മക്കാ മുശ്രിക്കിന്റെ സ്വഭാവമാണ്. മുജാഹിദ് എഴുതി വെച്ചതാണിത്. മെല്ലെ പറയും, ശ്രദ്ധിക്കണം. ഇത് മുജാഹിദുകൾ പറയുന്നു. എന്താ പറയുന്നത്? അള്ളാന്റെ റസൂലിന്റെ അരികിൽ ഉദ്ദേശ സാഫല്യത്തിന് പോയാവോ മുശ്രിക്കാണ്, കാഫിറാണ്. സഹോദരന്മാരെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളൊന്ന് ചിന്തിക്ക്. ഒരൊറ്റ സംഭവം, 100 ഞാൻ പറയുന്നില്ല. സൂറത്തുൽ ഫാത്തിർ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല. പറയാം, ഒരു പ്രശ്നവും എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് അവിടെ ഇരുന്നോളി, ഞാനത് പറഞ്ഞിട്ടല്ലാതെ പറഞ്ഞു പോകില്ല, റൂഹ് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ്. ഞാൻ അതിന്റെ മുമ്പ് ഒരൊറ്റ കാര്യം പറയട്ടെ.
ഇങ്ങനെ റസൂലുള്ളാന്റെ ജഹറത്തിങ്കലേക്ക് ഉദ്ദേശ സാഫല്യത്തിന് വേണ്ടി പോകുന്നവൻ മുശ്രിക്കാണ്, കാഫിറാണ്, മക്കാ മുശ്രിക്കാണ്, ജൂതനാണ്, ക്രിസ്ത്യാനിയാണ് എന്നാ മുജാഹിദ് പറയുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, സ്വഹാബിയായ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഒരൊറ്റ സംഭവം, സ്വഹാബിയാണ്, അള്ളാന്റെ റസൂലിന്റെ അരികിൽ നിന്ന് ദീന് പഠിച്ചവരാണ്. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ ഫാത്തിഹ ഞാൻ പറയാൻ പോകുന്നു. ഈ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സഹോദരന്മാരെ ദീന് പഠിച്ചവരാ. അദ്ദേഹം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുന്ന സന്ദർഭത്തിൽ, ഒന്നുകൾ ശ്രദ്ധിക്കുക, ഉമറുൽ ഫാറൂഖ് രാജ്യം ഭരിക്കുന്ന സന്ദർഭത്തിൽ ഷാമിൽ നിന്ന് ഡമസ്കസ് ഫത്ഹായ വിവരം പറയാൻ വേണ്ടി മദീനയിലേക്ക് വരികയാണ്. 7 ദിവസം യാത്ര ചെയ്തിട്ടാ മദീനയിലേക്ക് എത്തുന്നത്. നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്നു, കാര്യങ്ങളൊക്കെ തെര്യപ്പെടുത്തുന്നു, പറയുന്നു, തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, എനിക്ക് വയ്യ, 7 ദിവസം യാത്ര ചെയ്ത് പോകാൻ എനിക്ക് വയ്യ, അതുകൊണ്ട് എന്റെ യാത്ര ദൈർഘ്യം ഒന്ന് ചുരുങ്ങി കിട്ടണം. എന്നിട്ട് എന്താ ചെയ്യുന്നത്? അള്ളാന്റെ റസൂലിന്റെ ജാറത്തിങ്കലിൽ ഖബർ ഷരീഫിങ്കിൽ ചെന്ന് ദ്വാരക്കാണ്. അവിടെ പോയി ശഫാഅത്ത് തേടുകയാണ്. ഞാൻ പറയുന്നതല്ല, അറബി അറിയെങ്കിൽ വായിച്ചോളൂ. ഈ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എന്ന ഇമാം നബവിയുടെ കിതാബാണിത്. ഞാൻ വായിക്കാം. വഹുവ കാനൽ ബരീദ ഇലാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ബിഫത്ഹി ദിമശ്ക ووصل المدينة في 7 أيام ورجع منها إلى الشام في يومين ونصف بدعائه عند قبر رسول الله صلى الله عليه وسلم وتشفعه به في تقريب طريقه. എന്താ പറഞ്ഞത്? യാത്രാ ദൈർഘ്യം ഒന്ന് ചുരുങ്ങി കിട്ടാൻ വേണ്ടി ഉഖബത്ത് ബിൻ ആമിർ എന്ന സ്വഹാബി വര്യൻ അള്ളാന്റെ റസൂലിന്റെ ജാറത്തിങ്കലിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നു, റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടുന്നു. അങ്ങനെ തന്റെ യാത്രാ ദൈർഘ്യം ചുരുങ്ങി കിട്ടുന്നു. തിരിച്ചു പോകുമ്പോ 2.5 ദിവസം കൊണ്ട് അദ്ദേഹം ഷാമിൽ തിരിച്ചെത്തുന്നു. 7 ദിവസം യാത്ര പോന്ന അദ്ദേഹം തിരിച്ചു പോകുന്നത് 2.5 ദിവസം കൊണ്ടാണ്. അതിന് കാരണം എന്തേ? ബിദുആഇഹി ഇൻദ ഖബ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വതശഫഉഹി ബിഹി ഫീ തഖരീബി ത്വരീഖിഹി. തന്റെ വഴി ഒന്ന് ചുരുക്കി കിട്ടാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ ജാറത്തിങ്കലിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു, അവിടെ വെച്ച് ശഫാഅത്ത് തേടുന്നു. ചെയ്യുന്നതാരാ? സ്വഹാബിയായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ആണ്. നിങ്ങൾ ചിന്തിക്കണം. മുജാഹിദ് പറയുന്നത് എന്താ? നിങ്ങൾ വിശ്വസിക്കുന്നത് എന്താ? അങ്ങനെ ചെയ്തവൻ മുശ്രിക്കാണ്, കാഫിറാണ്, ജൂതനാണ്, ക്രിസ്ത്യാനിയാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഈ ചെയ്ത ഉഖബത്ത് ബിൻ ആമിർ എന്ന സ്വഹാബി മുജാഹിദ് വിശ്വാസം അനുസരിച്ച് മുശ്രിക്കായില്ലേ? മഅദല്ലാഹ്, കാഫിറായില്ലേ? ഇവർ ഇസ്ലാം ഒന്ന് പുറത്തു പോയില്ലേ? എന്താണ് മുജാഹിദുകൾ ഈ പറയുന്നത്? ഇത് നിങ്ങൾ സമസ്തക്കാരാരെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സമസ്തക്കാരല്ലേ എന്നെങ്കിലും ലളിതമാക്കാമായിരുന്നു. ഇത് റസൂലിൽ നിന്ന് ദീന് പഠിച്ച സ്വഹാബിയല്ലേ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? 100 എണ്ണം എനിക്ക് പറയാൻ കഴിയും, 100 എണ്ണം, പക്ഷേ ദീർഘമായി പോകുന്നത് കൊണ്ടാ. നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട മഹാനായ സ്വഹാബി വര്യൻ ആരാണ്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മദീനയിൽ വമ്പിച്ച, ഞാൻ ഒരൊറ്റ സംഭവം കൂടി ദീർഘിപ്പിക്കല്ല, 100 എണ്ണം പറയാനുണ്ട്. ഇവിടെ തവസ്സുൽ ഇസ്തിഗാസ ചരിത്രത്തോട് നേർക്കുനേർ എന്ന് പറഞ്ഞ് ഞാൻ എഴുതിയ ഒരു പുസ്തകം ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. 160 ഇമാമുകൾ 14 നൂറ്റാണ്ടിൽ, സ്വഹാബികൾ ഉൾപ്പെടെയുള്ള 14 നൂറ്റാണ്ടിലെ ഇമാമുകൾ ചെയ്ത തവസ്സുലും ഇസ്തിഗാസയാണ് അതിലുള്ളത്. വെറുതെ പറഞ്ഞതല്ല. നോക്കൂ നിങ്ങൾ, അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ നേതൃത്വത്തിൽ മദീനയിൽ ഒരു പുതിയ ദുഷ്ടനായ അക്രമിയായ ഗവർണർ വന്നപ്പോ മദീനക്കാർ ചെയ്തതെന്താ? അള്ളാന്റെ റസൂലിന്റെ മദീനത്തെ പള്ളിയിൽ മദീനയിലുള്ള മുഴുവൻ സ്വഹാബികളും ചെറിയവരും കുട്ടികളും ഒരുമിച്ചുകൂടി. അവർക്ക് നേതൃത്വം നൽകിയത് ആരാ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന സ്വഹാബിയായിരുന്നു. എന്നിട്ട് അവർ ചെയ്തതെന്താ? അള്ളാന്റെ റസൂലിന്റെ ജാറത്തിങ്കലിൽ ചെന്ന് ഖബർ ഷരീഫിന്റെ അരികിൽ ചെന്ന് അതിനെ അഭയ കേന്ദ്രമാക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ പറയല്ല, നിങ്ങൾ ഓർക്കണം, ഹിജ്റ 346 വഫാത്തായ പണ്ഡിതൻ 1150ഓളം വർഷം മുമ്പ് എഴുതപ്പെട്ട കിതാബ്. എത്ര? 1150 കൊല്ലം മുമ്പ് എഴുതപ്പെട്ട കിതാബാണ് എന്റെ കയ്യിൽ.
അല്ലാമ മസ്ഊദിയുടെ മുറൂജു ദഹബ് ഇത് ചെയ്തതാരാ? സ്വഹാബികളാണ്. നേതൃത്വം നൽകിയതാരാ? അബ്ദുല്ലാഹിബിൻ ഉമർ എന്ന മുത്തബിഉസ് സുന്ന എന്ന സ്വഹാബിയാണ്. വേണോ? 100 എണ്ണം പറയാൻ എന്റെ കയ്യിലുണ്ട്. 100 എണ്ണം പറയാൻ സമയമില്ല. ഞാൻ ഓർമ്മിക്കുന്നത്, ഞാൻ പറയുന്നത്, മുജാഹിദ് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്താ? അങ്ങനെ ചെയ്തവൻ മുശ്രിക്കാണ്, കാഫിറാണ്, ജൂതനാണ്, ക്രിസ്ത്യാനിയാണ്. ഭക്ഷണം കഴിക്കുന്നവരെ, വെള്ളം കുടിക്കുന്നവരെ, ചിന്തിക്കുന്നവരെ, ഞാൻ ചോദിച്ചോട്ടെ, ഈ സ്വഹാബികൾ എല്ലാവരും ഇവരുടെ ഭാഷയിൽ മുശ്രിക്കായില്ലേ? കാഫിറായില്ലേ? ജൂതനായില്ലേ? ക്രിസ്ത്യാനിയായില്ലേ? സ്വഹാബി വര്യന്മാരൊന്നും തൗഹീദ് അറിയാത്തവരാണോ? അല്ല, അവർ ഖുർആൻ പഠിച്ചവരാണ്, തൗഹീദ് പഠിച്ചവരാണ്, റസൂലിൽ നിന്ന് ഇത് പകർത്തിയെടുത്തവരാണ്. എന്നിട്ട് എന്തേ അവർ റസൂലുള്ളാന്റെ ജാറത്തിങ്കലിൽ പോയി ചെയ്തു? എന്തേ എതിരില്ലാതിരിക്കാൻ കാരണം? അവർക്കറിയാം അത് ഖുർആനിനെതിരല്ല, അത് സുന്നത്തിനെതിരല്ല, അത് മുസ്ലിം ലോകത്തിന്റെ നിലപാടിനെതിരല്ല എന്ന് അവർക്കറിയാം. അപ്പൊ മുജാഹിദ് പഠിപ്പിക്കുന്ന ഈ തൗഹീദ് അത് ഖുർആനിന് വിരുദ്ധമാണ്, അത് ഇസ്ലാമിന് വിരുദ്ധമാണ്, അത് പ്രവാചകരുടെ സുന്നത്തുകൾക്ക് വിരുദ്ധമാണ്. ലോകത്ത് 14 നൂറ്റാണ്ട് കാലത്തെ മുസ്ലിം ലോകത്തിന്റെ പാരമ്പര്യത്തിന് ഘടകവിരുദ്ധമാണ്. യാതൊരു സംശയവും ഇല്ല. നിങ്ങൾ ഈ വാദമുണ്ടല്ലോ, ഏത്? റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം ചോദിക്കാൻ പാടില്ല എന്ന ഈ വാദം ഖുർആനിലെ ഒരൊറ്റ ആയത്ത് കൊണ്ട് തെളിയിക്കാൻ കഴിയില്ല, ഒരൊറ്റ ഹദീസ് കൊണ്ട് തെളിയിക്കാൻ കഴിയില്ല, ഒരു ഇജ്മാ കൊണ്ടും നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. ഇതാ ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്വഹാബി വര്യന്മാരൊക്കെ ചെയ്ത് പഠിപ്പിച്ച ആശയം, അതിന്റെ കൂടെ ഞങ്ങളുള്ളത്